കേരളത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന വ്യാജേന പലരും അന്തിച്ചർച്ചയിൽ വന്ന് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. എന്നാൽ നിരീക്ഷകന്റെ നിരീക്ഷണം പക്ഷപാതപരമാകുമ്പോൾ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ തന്നെ അത് ചൂണ്ടിക്കാട്ടാറുമുണ്ട്. ഒരിക്കൽ തന്റെ നിരീക്ഷണത്തോട് അസഹിഷ്ണുത പുലർത്തിയ കേരളത്തിലെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിനോട് നിങ്ങൾ എന്നെ സാമ്രാജ്യത്വ നിരീക്ഷകനെന്നോ ബൂർഷ്വാ നിരീക്ഷകനെന്നോ വലത് നിരീക്ഷകനെന്നോ വിളിച്ചോളൂ, ഞാൻ ശരിയെന്ന് തോന്നുന്ന എന്റെ നിലപാട് ചൂണ്ടിക്കാണിക്കും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു സഖാവുണ്ട്, എ ജയശങ്കർ. മുമ്പ് ഇടത് ചിന്തകൻ, ഇടത് നിരീക്ഷകൻ എന്ന പേരിൽ വാചാടോപം നടത്തിയ ഫുക്രുമാർ, അക്ഷരം തെറ്റിയതല്ല, ഇന്ന് സ്വതന്ത്ര നിരീക്ഷകരായി അവകാശപ്പെട്ട് സംഘി നിരീക്ഷണ കാലത്താണ് ജയശങ്കർ ഒരു മാറ്റവുമില്ലാതെ പഴയ ജയശങ്കറായി തുടരുന്നത്. നിഷ്പക്ഷത ചമഞ്ഞെത്തുന്ന ചില ശ്രീജിത്ത് പണിക്കർമാർ സംഘി നിരീക്ഷണം വെളിയിൽ വിളറി പിടിക്കുമ്പോഴാണ് ജയശങ്കർ പഴയ ജയശങ്കറായി തുടരുന്നത് എന്നതാണ് വസ്തുത. എന്തായാലും സംഘപരിവാറിന്റെ പണിക്കാർ അടക്കം ആരാണെന്ന് വസ്തുതകൾ ഉപയോഗിച്ച് വരും ദിവസങ്ങളിൽ തുറന്നുകാട്ടാനാണ് ഈ പരമ്പര ശ്രമിക്കുന്നത്. തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും നല്ലതിൽ നിന്ന് തന്നെ തുടങ്ങണം. കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ എസ് ജഗദീഷ് ബാബു മുൻപ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ച് ഒരു ലേഖനത്തിൽ വിശേഷിപ്പിച്ച ഭാഗങ്ങൾ കടമെടുത്തുകൊണ്ട് തന്നെ ന്യൂസായി ഈ പരമ്പര തുടങ്ങുന്നു. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ മലയാളികളെ ഇതുപോലെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഇല്ലെന്ന് തന്നെ പറയാം. അഡ്വക്കേറ്റ് എ ജയശങ്കർ ദൃശ്യമാധ്യമങ്ങളിലൂടെ നിരീക്ഷകനാകും മുൻപ് അദ്ദേഹം മാധ്യമപ്രവർത്തകരായിരുന്നു. ഹൈക്കോടതിയിൽ അഭിഭാഷക ജോലിക്കിടയിൽ രാജേശ്വരി എന്ന പേരിൽ മാധ്യമം വാരികയിലും പത്രത്തിലും എഴുതിക്കൊണ്ടായിരുന്നു ജയശങ്കറിന്റെ തുടക്കം. ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഇദ്ദേഹം. അപ്രിയസത്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായ CPI ജയശങ്കറിനെ പുറത്താക്കുകയും ചെയ്തിരുന്നു. CPI നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘടനയിലും ജയശങ്കറിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ചരിത്രമാണ്. മുഖ്യമന്ത്രി പിണറായി ആയാലും മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ചെന്നിത്തലയായാലും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സതീശനായാലും എന്തിന് സ്വന്തം പാർട്ടിയുടെ പഴയ സെക്രട്ടറി കാനത്തിനായാലും നിലവിലെ സെക്രട്ടറി സമരസഖാവ് ബിനോയ് വിശ്വത്തെ പോലും അദ്ദേഹം രൂക്ഷമായിട്ടും ചിലപ്പോൾ നർമ്മത്തിൽ പൊതിഞ്ഞും വിമർശിക്കാറുണ്ട്. കേരള രാഷ്ട്രീയം നന്നായി അറിയുന്നതുകൊണ്ടാവാം ഓർമ്മയിൽ നിന്നും പഴയ സംഭവങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ജയശങ്കർ സംസാരിക്കുക. ചിരിക്കുന്ന മുഖവും സരസമായ ഭാഷയും ഉള്ളതുകൊണ്ടാവണം മറ്റു ചാനൽ ചർച്ചയിലെ സ്ഥിരം കുറ്റികളേക്കാൾ ജയശങ്കർ ഉണ്ടോ എന്ന് പ്രേക്ഷകർ നോക്കുന്നത്. ജയശങ്കർ ഉള്ളതുകൊണ്ട് മാത്രം ചാനൽ ചർച്ച കാണുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. സത്യം പറയുന്നത് കൊണ്ടാണോ സരസമായി സംസാരിക്കുന്നത് കൊണ്ടാണോ ഈ ജനപ്രീതി? രണ്ടായാലും ജയശങ്കറിന്റെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ലക്ഷക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടെന്നത് ആർക്കും തള്ളിക്കളയാനാകില്ല. മുഖ്യമന്ത്രിയും പ്രമുഖരായ CPM നേതാക്കളും പലപ്പോഴും ചാനൽ ചർച്ചകളിൽ ജയശങ്കറിന്റെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. മന്ത്രി MB രാജേഷും നിയമസഭാ സ്പീക്കർ AN ഷംസീർ അടക്കമുള്ളവർ ജയശങ്കറിനോട് മുഖാമുഖം പൊരുതി തോറ്റിട്ടുണ്ട്. ജയശങ്കറിന്റെ ആക്ഷേപഹാസ്യത്തിന്റെ അസ്ത്രങ്ങൾ ഏൽക്കാത്ത രാഷ്ട്രീയ നേതാക്കൾ ഇല്ലെന്ന് തന്നെ പറയാം. അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് മാനനഷ്ടത്തിന്റെ അതിർവരമ്പുകൾ ഭേദിക്കാതെ വിമർശനങ്ങൾ നടത്താൻ ഇദ്ദേഹത്തിന് കഴിയാറുണ്ട്. CPI-കാരനാണ് ജയശങ്കർ എന്നത് ആ പാർട്ടിക്കൊരു അലങ്കാരമായിരുന്നു. അങ്ങനെയുള്ള ജനസമ്മതനായ ഒരാളെയാണ് CPI പുറത്താക്കിയിരിക്കുന്നത്. വീടുകളിലെ സ്വീകരണ മുറികളിൽ ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന ഒരു അതിഥി പോലെയാണ് ഈ മനുഷ്യൻ. ഒന്നും മറച്ചു വയ്ക്കാതെ അപ്രിയസത്യങ്ങൾ മധുരമായ ഭാഷയിൽ പറയാൻ കഴിയുന്ന അപൂർവം വ്യക്തികളിൽ ഒരാൾ. ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലും ഗവൺമെന്റ് ലോ കോളേജിലുമായി വിദ്യാഭ്യാസം നടത്തിയ ഇദ്ദേഹം ബിരുദാനന്തര ബിരുദവും ഉന്നത നിയമബിരുദവും റാങ്കോടെ പാസ്സായിട്ടുള്ള വ്യക്തി കൂടിയാണ്. 1989 മുതൽ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. 1996 മുതൽ 2000 വരെ കേരള ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണവും വിമോചന സമരവും കാസ്റ്റിംഗ് മന്ത്രിസഭ എന്നീ പുസ്തകങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ സ്വീകാര്യനെന്ന് കരുതുന്ന വ്യക്തികൾ ഏത് പാർട്ടിക്കും സമൂഹത്തിനും മുതൽക്കൂട്ടാണ്. എന്നാൽ അത്തരമൊരു വ്യക്തിയെ പാർട്ടിയെ വിമർശിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാഴ്ചയും കേരളം കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ അസഹിഷ്ണുതാ രാഷ്ട്രീയത്തെക്കുറിച്ച് അലോസരപ്പെടുന്ന ഇടതുപക്ഷവും അസഹിഷ്ണുതയുടെ പിടിയിലാണ്. സത്യം വിളിച്ചു പറയുന്നവരെ വർഗശത്രുക്കളായി കാണുന്നത് ഒരുതരം മനോരോഗമാണ്. അവർ പറയുന്നതിൽ വസ്തുതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. വസ്തുനിഷ്ഠമാണ് വിമർശനമെങ്കിൽ അത് ഉൾക്കൊള്ളുന്നവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ. സ്തുതിപാഠകരെ കൊണ്ടു നടക്കുകയും വിമർശകരെ പുറങ്കാൽ കൊണ്ട് തൊഴിക്കുകയും ചെയ്യുന്നത് ചരിത്രപരമായ വിഡ്ഢിത്തമാണ്.